പ്രമുഖരായ നടന്മാർ അവരുടെ പഴയ കാലത്ത് അഭിനയിച്ച രംഗങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിൽ വന്നവർ, ബാലതാരമായി സിനിമയിൽ വന്നവർ, പ്രമുഖരുടെ പഴയകാലം എന്നീ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡാണിത്. മലയാളത്തിന്റെ യുവതാരമാണ് നസ്ലിൻ കെ ഗഫൂർ. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം തണ്ണീർമത്തൻ ദിനങ്ങളായിരുന്നു. നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാൻ. എന്നാൽ നസ്ലിൻ അതിനു മുമ്പും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2019 വൈശാഖ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ മധുരരാജയിലായിരുന്നു അത്. ആ സിനിമയിൽ മമ്മൂട്ടി ഒരു ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുന്ന രംഗമുണ്ട്. ആ രംഗത്തിനിടയിൽ നമുക്ക് നസ്ലിനെയും കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദ്വീപിൽ ഒരു പാലമുണ്ടോ? ഈ ഒരു ഷോട്ടിൽ നസ്ലിന്റെ മുഖം നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. സംവിധായകനും നിർമ്മാതാവും അഭിനേതാവും ഒക്കെയാണ് ദിലീഷ് പോത്തൻ. 2010 അദ്ദേഹം KK റോഡിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് ആഷിക് കപൂറിന്റെ 5ഓളം സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി. ആ സമയത്ത് അദ്ദേഹം ആ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് സംവിധായകനായും പ്രധാന നടനായും നിർമ്മാതാവുമായും ഒക്കെ അദ്ദേഹം മാറി. എന്നാൽ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സിനിമയിൽ മുഖം കാണിച്ചിരുന്നു. 1999 അത്. 1999 ദിലീപ്, കാവ്യ മാധവൻ, സംയുക്ത വർമ്മ, ബിജു മേനോൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ലാൽ ജോസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ആ സിനിമയുടെ ആദ്യത്തിൽ ദിലീപും സംയുക്ത വർമ്മയും ചേർന്നുകൊണ്ടൊരു ജാക്കി ജാൻ സിനിമ കാണുന്ന രംഗമുണ്ട്. ആ തിയേറ്ററിൽ സിനിമ കാണുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഒരാളായി ദിലീഷ് പോത്തനുമുണ്ട്. Shoulder down, chin down, eyes open, ready. ഈ ഒരു ഷോട്ടിൽ അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമായി കാണാം. ഏതൊരാളുടെ ശബ്ദവും സ്വന്തം ശബ്ദത്തിന് അനുകരിക്കുന്ന മിമിക്രി കലാകാരനും സിനിമാ നടനുമാണ് ടിനി ടോം. ടിനി ടോം മമ്മൂട്ടിയുടെ ഡൂപ്പായി വന്ന സിനിമകളെ കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. 1995 മുതൽ ടിനി ടോം സിനിമയിലുണ്ട്. 95 മിമിക്സ് ആക്ഷൻ 500 എന്ന സിനിമയിൽ മിമിക്രി പ്രസന്റ് ചെയ്യുന്ന ഒരാളായിട്ട് ടിനി ടോം ഉണ്ട്. തൊഴിലില്ലാത്ത ഭർത്താക്കന്മാരുടെ സുന്ദരിമാരായ ഭാര്യമാർ വിൽപ്പന ചരക്കുകളായി മാറുന്നു. സ്ഥിരം വഴിപോക്കനായ നന്ദു പൊതുവാളിനെയും അബിയുടെ കൂടെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാം. താങ്കളെ നേരിട്ട് കണ്ട് അനുമോദിക്കാനും സംസാരിക്കാനും കൂടിയാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. 1998 ജഗദീഷ്, കാവേരി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അലി അക്ബർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഗ്രാമപഞ്ചായത്ത് റിലീസാകുന്നത്. ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ജയസൂര്യ വന്നതിനെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് സിനിമയിലും ടിനി ടോമിന്റെ സാന്നിധ്യമുണ്ട്. യേശുദാസ്, MG ശ്രീകുമാർ, ടിനി ടോം, ചിത്ര അയ്യർ, ദലീമ തുടങ്ങിയവർ ഈ സിനിമയിൽ പാടിയതായി കാണാം. ഇന്ദ്രൻസ്, ജഗതി എന്നിവർക്ക് വേണ്ടി ആ സിനിമയിൽ ഒരു ഗാനം ആലപിച്ചത് ടിനി ടോം ആണ്. 98 തന്നെ പുറത്തിറങ്ങിയ മന്ത്രിമാളികയിൽ മനസ്സമ്മതം എന്ന സിനിമയിലും ടിനി ടോമിനെ കാണാം. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഞാൻ എന്ത് സഹായം നിനക്ക് ചെയ്യണ്ടേ? 2009 SN സ്വാമി എഴുതി അമൽ നീരജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായിരുന്നു സാഗർ എലിയാസ് ജാക്കി റീലോഡഡ്. ആ സിനിമയിൽ ഒരുപാട് പേർ മിന്നായം പോലെ വന്നു പോകുന്നുണ്ട്. അറബിയായി ആന്റണി പെരുമ്പാവൂരുണ്ട്, പ്രണവ് മോഹൻലാലുണ്ട്. നടൻ സുധി കോപ്പയുടെ ആദ്യ ചിത്രങ്ങളിലൊന്നും അതായിരുന്നു. പേരില്ലാത്തൊരു ഗുണ്ടാ റോളിലായിരുന്നു സുധി കോപ്പ ആ സിനിമയിൽ വന്നത്. ആ സിനിമയിൽ അസറിന്റെ സഹോദരിയായി ആമിന എന്നൊരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. പിന്നെ വിളിച്ചപ്പോഴെല്ലാം മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. നടി പ്രയാഗ മാർട്ടിനായിരുന്നു ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 2012 അഞ്ജലി മേനോൻ എഴുതി അൻവർ റഷീദ് സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ ചിത്രമായ ഉസ്താദ് ഹോട്ടൽ റിലീസാകുന്നത്. ആ സിനിമയിലും പ്രയാഗ മാർട്ടിനെ കാണാം. നിത്യ മേനോൻ അവതരിപ്പിച്ച ഷഹാന എന്ന കഥാപാത്രത്തോടൊപ്പം ഒരു രംഗത്തിൽ മാത്രം പ്രയാഗ വരുന്നുണ്ട്. നിഖില വിമലും നായികയാവുന്നതിന് മുമ്പ് ചൈൽഡ് ആർട്ടിസ്റ്റായി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2009 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ജയറാം ചിത്രമായ ഭാഗ്യദേവതയിലായിരുന്നു അത്. അമ്മച്ചി, ആരണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാ? ആ മോളെ ഇതൊന്ന് നോക്കിയേ. ജയറാമിന്റെ അനിയത്തിമാരിൽ ഒരാളായ സാലി ചാക്കോ എന്ന കഥാപാത്രത്തെയായിരുന്നു നിഖില വിമൽ അവതരിപ്പിച്ചത്. ചേച്ചി എങ്ങനെ വിഷമിപ്പിക്കാൻ ഇച്ചായൻ എങ്ങനെ തോന്നി? എന്നാടി നിനക്ക് ഈ ചേച്ചി ഉണ്ടായത്? 2015 പുറത്തിറങ്ങിയ ഒരു മലയാളം സിനിമയാണ് മുംബൈ ടാക്സി. മെറീന മൈക്കിൾ കുരിശിങ്കൽ, ബാദുഷാ മുഹമ്മദ് എന്നിവരായിരുന്നു ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ബാദുഷാ മുഹമ്മദ് എന്നൊരു നടനെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം.
ഈ സിനിമയിൽ ബാദുഷയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആരായിരുന്നു ബാദുഷ എന്നൊരു ഡയറക്ടർ ബ്രില്യൻസിലൂടെ കാണിക്കുന്നുണ്ട്. ഫാസിലിന്റെ പപ്പയുടെ സ്വന്തം അപ്പൂസിൽ അപ്പൂസായി അഭിനയിച്ചത് ബാദുഷയായിരുന്നു. മുംബൈ ടാക്സി സിനിമയിൽ ഒരു തീവ്രവാദിയുടെ കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. ആവേശത്തിൽ അംബാനായി ഒക്കെ വന്ന സജിൻ ഗോപു എന്ന നടനായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമകളിലൊന്നായിരുന്നു മുംബൈ ടാക്സി. വില്ലനായി അഭിനയിക്കുകയും പിന്നീട് നായകനായി മാറുകയും ചെയ്ത സൂപ്പർ സ്റ്റാർ ആയിരുന്നു നടൻ ജയൻ. അദ്ദേഹം ഒരു സിനിമയിൽ പേരില്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് കഥാപാത്രമായി വന്നു പോകുന്നുണ്ട്. 1972 പ്രേം നസീർ, വിജയശ്രീ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പോസ്റ്റ്മാനെ കാണാനില്ല. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഒരു ഗാനരംഗവും ക്ലൈമാക്സിലെ ചില ഷോട്ടുകളും മാത്രം കളറിലാണ് കാണിക്കുന്നത്. ഈ ഒരു സിനിമയിലാണ് എക്സ്ട്രാസിൽ ജയനെ കാണാൻ കഴിയുക. ഈ ഒരു ഗാനരംഗത്ത് പുകവലിച്ചു പോകുന്ന വ്യക്തിയാണ് ജയൻ എന്ന് പലരും പറയുന്നുണ്ട്. സിനിമയിൽ ആദ്യത്തിൽ കാണിക്കുന്ന ഗുണ്ടാ സംഘത്തിലെ ഈ ഒരു കഥാപാത്രത്തിനും ജയന്റെ ലുക്കുണ്ട്. ഈ ഒരു സീനിലെ ഈ ഒരു കഥാപാത്രത്തെയും ജയനെ പോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു മലയാള സിനിമയായിരുന്നു പ്രതികാരം. ആ ഒരു സിനിമയിൽ ഒരു പഞ്ചാബി ഗാനമുണ്ട്. ആ ഗാനരംഗത്ത് മാത്രം പേരില്ലാത്തൊരു കഥാപാത്രമായി ഒരു മഹാനടൻ വരുന്നുണ്ട്. ഉലക നായകൻ കമൽ ഹാസൻ ആയിരുന്നു ആ ഒരു കഥാപാത്രത്തെ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. 1991 റിലീസ് ചെയ്തൊരു എ റേറ്റഡ് പടമായിരുന്നു ഈഗിൾ. ഇന്നസെന്റ്, കുതിരവട്ടം പപ്പു തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയിലായിരുന്നു ബിജു മേനോൻ ആദ്യമായി അഭിനയിച്ചത്. നഗരത്തിലെ പ്രശസ്ത സൈക്കാട്രിസ്റ്റായ ഡോക്ടർ മീര സ്വന്തം മുറിയിൽ അതിദാരുണമായി 2 രംഗത്തിൽ മാത്രം വന്നു പോകുന്നൊരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ബിജു മേനോൻ അഭിനയിച്ചത്. എടോ, ആ 615 താമസിക്കുന്ന പാർട്ടിയില്ലേ, ആര്? ആ പെണ്ണിന്റെ കൂടെ 1996 ബിജു മേനോൻ, വിജയരാഘവൻ തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കാഞ്ഞിരപ്പള്ളി കറിയാച്ചൻ. ഈ സിനിമ സംവിധാനം ചെയ്തത് ജോസ് തോമസ് ആയിരുന്നു. ഈ ഒരു രംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായി. തമാശ കളിക്കരുത്. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. ആടവിടെ അത് സാന്ദ്ര തോമസ് ആണ്. 1991 മുതൽ 96 വരെ ഒരുപാട് സിനിമകളിൽ സാന്ദ്ര തോമസ് ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ, ജഗദീഷ് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ നെറ്റിപ്പട്ടം എന്ന സിനിമയിൽ കുട്ടികളുടെ കൂട്ടത്തിൽ സാന്ദ്ര തോമസ് ഉണ്ട്. മിമിക്സ് പരേഡ് സിനിമയിൽ ഈ ഒരു കുട്ടിയായി അഭിനയിച്ചതും സാന്ദ്ര തോമസ് ആണ്. ചെപ്പി കിലുക്കുന്ന ചങ്ങാതി സിനിമയുടെ ഫ്ലാഷ് ബാക്ക് ഭാഗത്തും അഭിനയിച്ചത് സാന്ദ്ര തോമസ് ആണ്. 93 ഓ ഫാബി, 99 ഒളിമ്പ്യൻ അന്തോണി ആദം എന്നീ സിനിമകളിലും സാന്ദ്ര തോമസ് അഭിനയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രമുഖ നടന്മാരുടെ പഴയ കാലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.